ബി.ജെ.പി. കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് ആം ആദ്മി പാർട്ടി മാർച്ച് സംഘടിപ്പിച്ചു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച ബി.ജെ.പിക്ക് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏതറ്റം വരെയും പോകാൻ കഴിയുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഇ.ഡി. അന്വേഷണത്തിലും ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് അട്ടിമറിയും ചൂണ്ടിക്കാട്ടിയാണ് ആം ആദ്മി പാർട്ടി മാർച്ച് സംഘടിപ്പിച്ചത്. രാവിലെ 11 മണിയോടെ ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്ന മാർച്ച് വൈകിയാണ് തുടങ്ങിയത്. മാർച്ചിൽ പങ്കെടുക്കാനെത്തിയ ആം ആദ്മി പ്രവർത്തകരെയും നേതാക്കളെയും ദില്ലി പോലീസ് പലയിടങ്ങളിലും തടഞ്ഞു. 15 ആം ആദ്മി പാർട്ടി എം.എൽ.എമാരെ ദില്ലി പോലീസ് വീട്ടുതടങ്കലിലാക്കിയതായി AAP പ്രതികരിച്ചു. മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച അരവിന്ദ് കെജ്രിവാൾ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. ചണ്ഡീഗഡിൽ ബി.ജെ.പി. അട്ടിമറി നടത്തി. മേയർ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്താൻ സാധിച്ച ബി.ജെ.പിക്ക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് രാജ്യത്തുടനീളം എന്തും സാധ്യമാകുമെന്ന് കെജ്രിവാൾ പറഞ്ഞു. ബി.ജെ.പി. चुनावों में गड़बड़ करती है। अक्सर आरोप लगते थे कि बीजेपी चुनाव गड़बड़ करके जीतती है, बीजेपी चुनाव वोटों की चोरी करती है, ईवीएम में हेराफेरी करती है. തുടർന്ന് ബി.ജെ.പി. ഓഫീസിലേക്കുള്ള മാർച്ചിൽ പങ്കെടുത്ത കെജ്രിവാളും ഭഗവന്ത് മാനും മടങ്ങിയതിനു പിന്നാലെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ദില്ലി പോലീസ് ശ്രമം ആരംഭിച്ചു. അതനുസരിച്ച് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ 25ഓളം പേരെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതേസമയം ആം ആദ്മി പാർട്ടി ദേശീയ ഓഫീസിലേക്കുള്ള ബി.ജെ.പിയുടെ മാർച്ചും പോലീസ് തടഞ്ഞു. പാർട്ടി ആസ്ഥാനത്ത് നിന്നും 1 കിലോമീറ്റർ അകലെയാണ് ബി.ജെ.പി. പ്രവർത്തകരെ ദില്ലി പോലീസ് തടഞ്ഞത്. കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പിയുടെ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടി ഇന്ന് ദില്ലിയിൽ രേഖപ്പെടുത്തിയത്. വരുന്ന ദിവസങ്ങളിൽ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളുമായി കൂടിച്ചേർന്ന് പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് AAPയുടെ തീരുമാനം. AAPയുടെ ദേശീയ ഓഫീസിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ അതുലിനോടൊപ്പം PJ അരുൺ, കൈരളി ന്യൂസ്.